Hello, welcome. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഇത്തവണ നമ്മളൊരു പൊറോട്ടയുടെ ക്ലാസ് ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ ഒത്തിരി വീഡിയോസ് നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ എല്ലാവരും ജസ്റ്റ് അത് ഉണ്ടാക്കുന്ന ആ ഒരു പെട്ടെന്ന് ഒരു ശൈലിയിൽ പറഞ്ഞു പോലും ആ ഒരു വീഡിയോ മാത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഇത് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട്, അതായത് ആദ്യമായിട്ട് പൊറോട്ട ഉണ്ടാക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. മാസ്റ്റേഴ്സിനോ ഷെഫുമാർക്കോ ഒന്നുമല്ല. ഞാൻ ഒരു ഷെഫല്ല, ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ വലിയൊരു ആഗ്രഹം കൊണ്ട് അങ്ങനെ പഠിച്ചെടുത്തു എന്നുള്ളൂ. അത് ഞാൻ പഠിച്ച ശൈലിയും എൻ്റെ എനിക്ക് പറഞ്ഞു തന്ന ഇത് നിങ്ങൾക്കും ഞാൻ പറഞ്ഞുതരാം. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇതിനകത്ത് ഒന്നും മിസ്സാവാതെ അവസാനം വരെ നിങ്ങൾ കാണണം. എന്നിരുന്നാൽ മാത്രമേ അതിൻ്റെ വേ ഓഫ് ഇത് നിങ്ങൾക്ക്, അതായത് കൈക്കൊരു വഴക്കമുണ്ട്. പിന്നെ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും വലിയൊരു മെയിൻ ഘടകം എന്ന് പറയുന്നത് പൊറോട്ടയുടെ മാവ് കുഴയ്ക്കൽ. മാവ് ചുമ്മാ നമ്മൾ ചപ്പാത്തി കുഴക്കുന്ന പോലെ കുഴച്ച് വിട്ട് കഴിഞ്ഞാൽ കുഴ ശരിയായില്ലെങ്കിൽ അതിൻ്റെ വീശൽ ശരിയാവില്ല. വീശൽ ശരിയാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വീശാൻ നമ്മൾ പഠിക്കണം. അപ്പം നമ്മൾ ആദ്യമേ മാവ് നമ്മൾ ചെയ്ത് നമ്മൾ പഠിക്കുന്നേക്കും വേറെ ആദ്യം ഇതുപോലൊരു ടവൽ എടുത്ത് നമ്മൾ പഠിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇല്ലെങ്കിൽ നമ്മൾ മാവിൽ നമ്മൾ പഠിച്ച് അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ആ മാവ് കുഴച്ച് അതുപോലെ പരത്തി വീശാൻ പറ്റില്ല എന്നല്ല, പറ്റും, പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇതുപോലെ ഒരു ടവൽ എടുക്കുക. അത് ഞാനെന്ന് പറഞ്ഞെങ്കിൽ ഇത് കുറച്ച് നീളം കൂടിപ്പോയി. അപ്പം അതുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു പിന്ന് കുത്തി വെച്ച് ഇങ്ങനെ മടക്കി കറക്റ്റ് ഒരു സ്ക്വയറിലെ ഇച്ചിരി വെയിറ്റ് ഉള്ള ഒരു ടവല് അത് വെച്ചാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ്. ഇനി എങ്ങനെ വീശണേന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, നമ്മൾ ഒരു ടവൽ ഇങ്ങനെ എടുത്തിട്ട് ഇത് നമ്മൾ അടിക്കാനായിട്ട് ഒരു കൈ ആദ്യം അടിയിൽ, ഇപ്പം ഇത് മാവ് ഇങ്ങനെ പരത്തി വെച്ചേക്കുന്നതാണെന്ന് നമ്മൾ ആദ്യം സങ്കല്പിക്കാം. എന്നിട്ട് ഈ കൈ അടിയിലേക്ക് പോകണം, ഈ കൈ മുകളിലും. ഒരു കൈ അടിയിലോട്ടും ഒരു കൈ മുകളിലോട്ടുമായിട്ട് പിടിക്കണം. എന്നിട്ട് ഈ കൈ പോകേണ്ട ശൈലി എന്ന് പറയുന്നത് ഇങ്ങനെ പോകണം. സംഭവം കണ്ടോ, ഇങ്ങനെ പോയി വീണ്ടും ഇങ്ങനെ അടിക്കണം. ഈ സംഭവം ഇതുപോലെ വരണം. മനസ്സിലായോ? ഇതുപോലെ കറങ്ങി വരണം. അതായത് നമ്മുടെ കൈ ഇങ്ങനെ പോയി വീണ്ടും ഇതുപോലെ കറങ്ങി തന്നെ വരണം. അപ്പോൾ നമ്മുടെ കൈ എപ്പോഴും പോകുമ്പോൾ ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. കൈ കൊണ്ട് ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ പോവുക, അതുപോലെ തന്നെ വന്ന് മാവിന് കനമുള്ളത് കൊണ്ട് ഈ സംഭവം നമ്മൾ ഇതിങ്ങനെ വീശി കൊണ്ടുവരണം. എന്നിട്ട് മാറ്റി ഇപ്പം നമ്മൾ ഇവിടെ പിടിച്ചെങ്കിൽ അടുത്തത് പിടിക്കേണ്ടത് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ മാറ്റി കയറ്റി പിടിക്കുക. അത് സ്പീഡിൽ വരുമ്പോഴാണ് നിങ്ങളിപ്പോൾ കാണുന്ന എല്ലാ വീഡിയോയും സ്പീഡിൽ വരുമ്പോൾ അത് വരുന്ന ശൈലി നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് കാണിച്ചു തരുന്നത്. നമ്മൾ ഈ ഡാൻസിനൊക്കെ കളിക്കുന്ന അതേ സ്റ്റെപ്പ് പോലെ തന്നെ കൈ കണ്ടോ, ഇങ്ങനെ പോവുക, ഇങ്ങനെ വരിക, ഇങ്ങനെ പോവുക, ഇങ്ങനെ വരിക. ഓക്കെ, ഒരു കൈ അടിയിലോട്ട് വയ്ക്കുക, ഒരു കൈ മുകളിലോട്ട് വയ്ക്കുക, ഇങ്ങനെ കൊണ്ടുവരിക, തിരിച്ചിങ്ങനെ വീശി ഇങ്ങനെ തിരിച്ചു വരിക. അപ്പോൾ ഞാൻ ഇത്ര സ്ലോയിൽ വരുന്നതുകൊണ്ടാണ് ഈ ടവലും അറിയാത്തത്. സ്പീഡിൽ വരുന്ന സമയത്ത് എന്നിട്ട് ഇത് ഇങ്ങനെ കറങ്ങി വന്ന് കഴിയുമ്പോൾ ആഞ്ഞ് നമ്മൾ പ്രഷർ കൊടുക്കുക, മുമ്പോട്ടേക്ക് ഇങ്ങനെ പ്രഷർ കൊടുക്കുക. പ്രഷർ കൊടുക്കുമ്പോൾ ഈ ബാക്കിലിരിക്കുന്ന മാവ് നേരെ ഇവിടെ വന്നടിക്കും, തറയിൽ വന്നടിക്കും. അപ്പോൾ അതനുസരിച്ച് നീളം വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിക്കാനായിട്ട് ആദ്യം മാവിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യാനൊക്കെ എനിക്കൊരു കൗതുകം തോന്നി. എനിക്കൊന്ന് പഠിക്കണം, എനിക്ക് ഭയങ്കര എന്താ പറയുക, എല്ലാവരും ചെയ്യണ കാണുമ്പോൾ എല്ലാവർക്കും വലിയൊരു അതിശയം നോക്കി ഞാൻ അടുത്തത് ശരിയാവുക. അപ്പം നമ്മൾ ആദ്യമായിട്ടൊക്കെ നമ്മൾ മാവിൽ പഠിക്കാൻ പറ്റുന്നത് ഇങ്ങനെ എടുത്തിട്ട് അവർ പിടിക്കുന്നവരൊക്കെ പിടിക്കും. പക്ഷേ ആ തുണി അലക്കണ പോലെ ഇങ്ങനെ ഒരു അലക്കലാണ് എല്ലാവരും ചെയ്യുന്ന പരിപാടിയാണ്. എല്ലാവരും നോക്കിക്കോ, ആദ്യം ആരും മാവ് കൊണ്ട് പരീക്ഷിച്ചാൽ വരുന്നത് ഇതെല്ലാവരും നേരെ ഇങ്ങനെ വരും. ആ മാവ് വരുന്ന ഇതുപോലെ വിടർന്ന് വരട്ടെ. അപ്പം അതിന് കഴിഞ്ഞിട്ട് ഇത് ചെയ്യുമ്പോഴത്തെ കാര്യങ്ങൾ ഈ സംഭവം മാവ് പഠിക്കുന്നു, മാവ്
ഒന്ന് കഴിച്ചിട്ട് നമുക്ക് ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നാലെ വരുന്നുണ്ട്. ഇപ്പം പൊറോട്ട ഉണ്ടാക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ വെച്ചിട്ടുണ്ട്. അടുത്ത വീഡിയോ തൊട്ട് പിന്നാലെ തന്നെ വീഡിയോ ഉണ്ടാകുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പൊറോട്ട ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഏറ്റവും വേണ്ട സംഭവം നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പം അതും നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് അതും നിങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സിയോ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. യഥാർത്ഥത്തിൽ പൊറോട്ടയുടെ മാവ് വയ്ക്കുന്നതും പിന്നെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ വേണം എന്നുള്ളത് എല്ലാ മെഷർമെൻറ്റുമായിട്ട് അടുത്ത ക്ലാസ്സിലുണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പം ഈ പറഞ്ഞതുപോലെ ടവലിൽ പഠിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഇത് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഫ്രണ്ട്സിന് ഇത് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഷെയർ ചെയ്ത് പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതിൻ്റെ താഴെയുള്ള ബെൽ ബട്ടൺ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ്, അതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. എനിക്ക് അതിനകത്ത് എന്തൊക്കെ തിരുത്താനുണ്ട് അറിയാവുന്നവർ, ഇപ്പം ഇത് കാണുമ്പോൾ അറിയാവുന്നവരുണ്ടോ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് തിരുത്താനുണ്ടെങ്കിൽ അത് കമൻറ്റ്സ് ചെയ്യുക. പിന്നെ എന്തുമായിട്ട് പോസിറ്റീവായിട്ട് കേൾക്കുന്നതിന്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്. അതുവരെ ബൈ.